ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ഒരു ലഡു ആണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ഗോതമ്പ് നുറുക്ക് ഉണ്ടാവും, മിക്കവാറും വീടുകളിലൊക്കെ. ഇതിന് മുമ്പ് ഇതുകൊണ്ട് ഉണ്ട ഉണ്ടാക്കുന്നത് കാണിച്ചിരുന്നു. ഇതിപ്പോൾ ലഡു ആണ്. നല്ല ടേസ്റ്റിയാണ്, മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യിൻ്റെ അളവ് കുറയ്ക്കൊക്കെ ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാൻ 1 കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഗോതമ്പ് നുറുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാടൊന്നും വേണമെന്നില്ല. അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് നുറുക്ക് കഴുകി നന്നായിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. കാരണം വെള്ളം നന്നായിട്ട് വാർന്നു പോകണം. വെള്ളത്തോടെ നമ്മൾ ഈ നെയ്യിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയായി വരാൻ കുറച്ചധികം ടൈം എടുക്കും. പരമാവധി വെള്ളം വാർത്ത് കളയുക. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. കുറച്ചധികം സമയം തന്നെ വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് വേവിക്കാനുള്ളതാണ്. എന്നാൽ പോലും അത്യാവശ്യം നന്നായിട്ട് വറുക്കണം. എല്ലായിടത്തും ആ ചൂടുള്ള നെയ്യൊന്ന് എത്തിയിട്ട് നന്നായിട്ട് വറവായിട്ട് വരണം. ഇനി ഈ കുക്കറിലിട്ടിട്ട് തന്നെയാണ് നമ്മളിത് വേവിക്കുക. ഇതിന് മുമ്പ് ഞാൻ ഗോതമ്പ് നുറുക്ക് വെറുതെ എണ്ണയൊന്നും ഇല്ലാതെ തന്നെ വറുത്തിട്ട് അതുകൊണ്ട് ഉണ്ടയായിട്ട് ഉണ്ടാക്കിയിട്ട് കാണിച്ചിരുന്നു. അതും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഇങ്ങനെ വിട്ട് വരണം. ഇപ്പം നമുക്കിങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് എന്ന്. നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് ശരിക്കും പിടിക്കണം. ഇനി ഞാൻ അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പ് ഗോതമ്പ് നുറുക്കിന് 2 കപ്പ് വെള്ളം. മെഷർമെൻറ്റ് കപ്പിന് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മെഷർമെൻറ്റ് കപ്പല്ല. മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളറാണ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ലഡു ആകുമ്പോൾ കുറച്ച് കളർ വേണമല്ലോ. ഇനിയിപ്പം മഞ്ഞളായാലും കുഴപ്പമില്ല. പക്ഷേ മഞ്ഞൾ ഇട്ട് ചെയ്ത് നോക്കിയിട്ട് മഞ്ഞളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിലേക്ക് അത്ര ഒരു സുഖം തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫുഡ് കളർ ആക്കിയതാണ്. ഇഷ്ടമുള്ള കളർ ചേർക്കാം. എന്നിട്ട് ഞാൻ കുക്കർ അടച്ചു വെച്ചു. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. മധുരം ഇട്ടിട്ടാണ് നമ്മൾ ലഡു ഉണ്ടാക്കുന്നത്. എന്നാൽ പോലും അത് ബാലൻസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ ഒരു 4 ഏലക്കായ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ലഡുവിലേക്ക് അത് ആവശ്യമാണ്. അതുകൊണ്ട് ഏലക്കായ മാത്രമായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് പഞ്ചസാരയുടെ കൂടെ അതാ ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഏലക്കായുടെ പൊടി കയ്യിലുള്ളവർക്ക് അത് തന്നെ ഇട്ടാൽ മതി. പഞ്ചസാര കൂട്ടി പൊടിക്കൊന്നും വേണ്ട. ഇനി ഞാൻ വേറൊരു കടായി പോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ മുന്തിരി മാത്രമാണ് ചേർക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ലഡുവിൻ്റെ കൂടെ നമ്മൾ സാധാരണ അതൊക്കെ നമുക്ക് ഉണ്ടാവാറുള്ളതാണ് കടയിൽ നിന്നൊക്കെ ലഡു വാങ്ങിക്കുമ്പോൾ. ഇതൊന്നും അങ്ങോട്ട് വറുക്കുക. അറിയാലോ, മുന്തിരി പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ്, ഏകദേശം 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. തേങ്ങ ചിരവിയത് വേണമെങ്കിലിടാം, അല്ലെങ്കിൽ തേങ്ങ കൊത്ത് വേണമെങ്കിലിടാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ലഡുവിൽ ഇപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി ഇതെല്ലാം ഒഴിവാക്കിയിട്ട് വെറുതെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഞാൻ ഇപ്പോൾ കുക്കറിൽ വേവിച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കർ അടച്ചു കഴിഞ്ഞാൽ ഒരു വിസിൽ വരുമ്പോൾ നമ്മൾ തീ വളരെ ലോ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് വേവും. നമ്മൾ ഇരട്ടി വെള്ളം വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും. ലഡുവിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വേവിക്കും വേണം അത്. എന്നിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് നുറുക്കിന് 1 കപ്പ് പഞ്ചസാര തന്നെ ഇടുന്നുണ്ട്. ലഡു ആണല്ലോ, അപ്പോൾ കൂടുതൽ മധുരം വേണം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഈ കൂട്ടത്തിൽ പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ച് വെച്ച് അതും കൂടി ചേർക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. 1 കപ്പ് ഗോതമ്പ് നുറുക്കിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടപ്പോൾ എനിക്കത് കറക്റ്റായിട്ടാണ് തോന്നിയത്. ഇനി കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക്, എക്സ്ട്രാ മധുരം വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ശരിയാക്കി എടുക്കണം.
നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോഴും മധുരം കൂടുമൊന്നുമില്ല. ഒരു കപ്പിൻ്റെ പുറത്ത് 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാരയായി ഇപ്പോൾ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ലഡു ആണല്ലോ, അപ്പോൾ മധുരം ഇത്തിരി കൂടുതൽ തന്നെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കുറച്ചധികം സമയം തന്നെ ഇളക്കണം. ഒരുവിധം ഒന്നായി വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ നെയ്യ് കൂടുതൽ ചേർക്കുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ. നെയ്യിൻ്റെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ നെയ്യൊന്നും കൂടുതലല്ല. ഇനി അത് കൂടുതൽ തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഈ അവസാനം ഇട്ടത് ഒഴിവാക്കാം. ഇത് അത്യാവശ്യം ഇങ്ങനെ ഇളക്കി നമ്മളിതിൽ വെള്ളം മാക്സിമം വറ്റിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, കാരണം നമ്മൾ 2 കപ്പ് വെള്ളത്തിലാണല്ലോ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം സമയം തന്നെ ഈ പാത്രത്തിലിട്ട് ഇളക്കിയത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. വെള്ളത്തിൻ്റെ അളവ് പരമാവധി കുറഞ്ഞു പോകണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ ഉള്ളതിൻ്റെ അത്രയൊന്നും ഇപ്പോൾ ഇല്ല, കുറേ അധികം കുറഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളത്തിൻ്റെ അളവ് കുറയും തോറും ഇതിങ്ങനെ ചുരുങ്ങി വരും. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഉരുട്ടിയെടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ നമ്മൾ കുറച്ചധികം സമയം ഇത് നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കാതെയും കരിയാതെയും നോക്കണം. മാത്രമല്ല നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുള്ളത് കാരണം പെട്ടെന്ന് തന്നെ കരിയും. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരുപാട് ചൂടാറരുത്, നല്ല ചൂടങ്ങ് മാറണം, എന്നാൽ ഒരു ഇളം ചൂടുണ്ടാവണം. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടാണ് ഞാൻ ഉരുട്ടിയെടുക്കുന്നത്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ നെയ്യിൻ്റെ ടേസ്റ്റാണ് ഏറ്റവും നല്ലത്. ഒരിത്തിരി നെയ്യൊന്ന് കയ്യിൽ തടവിയിട്ട് ഇതുപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കുക. പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരുപാട് സമയം വെച്ച് വെള്ളമൊന്നും വറ്റിക്കാതെയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഉരുട്ടിയാലും അത് കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങ് പരന്നു പോവും, ലഡുവായിട്ട് തന്നെ നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ സമയം അടുപ്പിൽ വെച്ച് ആ വെള്ളം നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്തത്. ഇനി ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അങ്ങനെ നിന്നോളും. 1-2 ദിവസം ഒരു കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഉരുളയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് ചൂടാറുന്നതിൻ്റെ മുമ്പ് തന്നെ ചെയ്യുക. പക്ഷെ നല്ല പൊള്ളുന്ന ചൂടിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാനിതെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് പുറമേക്ക് കാണത്തക്ക രീതിയിൽ ആദ്യം ഒരു അണ്ടിപ്പരിപ്പ് കയ്യിലെടുക്കുക, എന്നിട്ട് പിന്നെ മാവെടുത്ത് ഉരുട്ടിയാൽ മതി. ഞാനിപ്പോൾ മുന്തിരിയൊക്കെ അതിൻ്റെ അകത്ത് തന്നെയുള്ളത്, അത് പ്രത്യേകം ഓരോന്നിലും വരാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. മിക്കവാറും ഓരോന്നൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കും ചെയ്യാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അത് റിസ്ക് ഒന്നുമില്ല. അത് എല്ലാവർക്കും ഫസ്റ്റ് ടൈം ചെയ്യണവർക്കും ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യണവർക്കൊക്കെ നന്നായിട്ട് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്